മാന്യ പ്രേക്ഷകർക്ക് ക്രിക്കറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെയായിരുന്നു മുംബൈയുടെയും ഡൽഹിയുടെയും കളി. ഡൽഹിയിൽ വെച്ച മത്സരമായിരുന്നു. കളിയുടെ വിശകലനത്തിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഡൽഹി 11 ബോൾ ബാക്കിയിരിക്കെ ജയമാണ് ജയിച്ചിരിക്കുന്നത്. കളി നോക്കുവാണെങ്കിൽ ടോസ് ലഭിച്ച അക്ഷർ പട്ടേൽ, റിയാൻ റിക്കൾട്ടനും രോഹിത് ശർമ്മയും ഓപ്പണിംഗ് ഇറങ്ങിയപ്പോഴും തന്നെ റിയാൻ റിക്കൾട്ടൻ നല്ല ടച്ച് എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം 9 ഔട്ട് ആവുകയാണ്. പിന്നെ രോഹിത് ശർമ്മ അദ്ദേഹം 35 റൺ എടുത്തു. എന്നാൽ തന്നെ റിയാൻ റിക്കൾട്ടനെ തിലകവർമ്മനെ ഓരോ ഓവറിൽ മുകേഷ് കുമാർ ഔട്ട് ആക്കുകയായിരുന്നു. പിന്നെ സൂര്യകുമാർ യാദവ് അദ്ദേഹം ഒരു 51 റൺ അടിച്ചു. പിന്നെ അന്ന് ആർക്കും ഇങ്ങനെ നമ്മത് 28, കൂടാതെ തന്നെ മിച്ചൽ സാർണർ 18, കോവിൻ ബോഷ് 11. അങ്ങനെ വെച്ച് അവര് 162 ലക്ഷത്തിലേക്കാണ് എത്തിയിരുന്നത്. തുടർച്ചയായിട്ട് രോഹിത് ശർമ്മ സൂര്യകുമാർ ഉണ്ടാക്കിയ പാർട്ണർഷിപ്പ് അല്ലാതെ വേറൊരു മികച്ച പാർട്ണർഷിപ്പ് ഉണ്ടായിട്ടില്ലായിരുന്നു. പിന്നെ നോക്കുവാണെങ്കിൽ അവരുടെ ബാറ്റിങ്ങിലേക്ക് നോക്കുവാണെങ്കിൽ KL രാഹുൽ തന്നെ ആദ്യത്തെ ഓവറിൽ ദീപക് ചഹർ ഔട്ട് ആക്കുകയായിരുന്നു. പിന്നെ ജസ്പ്രീത് ബുംറ നിതീഷ് റണ്ണൌട്ടാക്കി. പിന്നെ റിസ്വിയും പാത്തു നിസംഗങ്ങളും കൂടി ഉണ്ടാക്കിയ ഒരു പാർട്ണർഷിപ്പ് 65 റണ്ണിന്റെ പാർട്ണർഷിപ്പാണ് അവരെ കളിയിലേക്ക് വീഴ്ത്തിയത്. പിന്നെ ഡേവിഡ് മില്ലറുമായിട്ട് ഒരു 67 റണ്ണിന്റെ പാർട്ണർഷിപ്പ് ഉണ്ടാക്കി. റിസ്വി അദ്ദേഹം 90 റൺസ് അടിച്ച് തുടക്കത്തിൽ മുട്ടിയിരുന്നപ്പോൾ തന്നെ പിന്നെ അദ്ദേഹം നല്ലോടെ അടിയായിരുന്നു അടിച്ചിരുന്നത്. ഡേവിഡ് മില്ലർ 21 റൺസ് എടുത്തു. അദ്ദേഹത്തിന്റെ എല്ലാം കൂടി അദ്ദേഹം ഫിനിഷ് ചെയ്യുമായിരുന്നു. ബോളിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി മുകേഷ് കുമാർ 2 വിക്കറ്റ് എടുത്തു. ഗിരീഡി 1 വിക്കറ്റ്, അക്ഷർ പട്ടേൽ 1 വിക്കറ്റ്, കൂടാതെ തന്നെ പൃഥ്വിരാജ് 1 വിക്കറ്റ്. അങ്ങനെയാണ് അവർ വിക്കറ്റ് എടുത്തിരുന്നത്. കൂടാതെ തന്നെ മുംബൈ ഇന്ത്യൻസിന്റെ ബോളിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ മിച്ചൽ സാർണർ അദ്ദേഹം 1 വിക്കറ്റ്, ദീപക് ചഹർ അദ്ദേഹം 1 വിക്കറ്റ്, കൂടാതെ തന്നെ കോബിൻ ബോഷ് 1 വിക്കറ്റ്. അങ്ങനെ കളി അവസാനിച്ചപ്പോൾ 11 ബോൾ ബാക്കിയിരിക്കെ ഡൽഹി ഒരു മികച്ച വിജയമാണ്, 6 വിക്കറ്റിന്റെ വിജയമാണ് ഡൽഹി കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും IPL അറിയിപ്പുകളുമായിട്ട് നാളെ, ഇന്നത്തെ 2 വാർത്തകളുമായിട്ട് നാളെ എത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ പിന്നെ